കോഴിക്കോട് വടകരയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് മരിച്ചു. വടകര കല്ലേരിയിൽ താഴെക്കൊയിലോത്ത് സജീവനാണ് മരിച്ചത്. വാഹനാപകടവുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ രാത്രി കസ്റ്റഡിയിലെടുത്തത്. പോലീസ് മർദ്ദിച്ചതാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. സജീവനെ വിട്ടയച്ച ശേഷം സ്റ്റേഷൻ പരിസരത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ വല്ലത്താണ് ചേരുന്നത്. അശ്വിൻ, എന്തായിരുന്നു സംഭവം? എങ്ങനെയായിരുന്നു ഇതേ മരണത്തിലേക്ക് നീങ്ങിയത്? എന്താണ് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ? കിരൺ, ഈ കൂടെയുണ്ടായിരുന്ന ആളുകൾ പറയുന്നതനുസരിച്ച് ഇന്നലെ രാത്രി 11:30യോടുകൂടി വടകര തെരുവത്ത് ജംഗ്ഷനിൽ വെച്ച് സിഗ്നൽ വെച്ച് ഒരു അപകടമുണ്ടാകുന്നു. ഈ അപകടത്തിൽ ഈ സജീവൻ സഞ്ചരിച്ചിരുന്ന കാറും അതേപോലെ തന്നെ മറ്റൊരു കുടുംബം സഞ്ചരിച്ചിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയും അവിടെ വെച്ച് ഇവർ തമ്മിൽ ഈ അപകടത്തെപ്പറ്റി തർക്കമുണ്ടാവുകയും ചെയ്യുന്നു. തുടർന്ന് വടകര പോലീസ് ഇടപെടുന്നു. ഒരു കോൺസ്റ്റബിൾ എത്തി സജീവൻ സഞ്ചരിച്ചിരുന്ന വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അതിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സജീവനും കൂടെയുണ്ടായ ആളുകൾക്കും മർദ്ദനമേറ്റു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ വെച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് SI ഉൾപ്പെടെയുള്ളവർ സജീവനെ മർദ്ദിച്ചു എന്ന് കൂടെയുണ്ടായിരുന്നയാൾ നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് ഇയാളുടെ ബന്ധുക്കളുടെ ചില പ്രതികരണങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോയി വരാം. ആക്സിഡന്റിന് ശേഷം അവിടെ പോലീസ് വന്ന് കോൺസ്റ്റബിളാണ് വണ്ടി എടുത്തിട്ട് സ്റ്റേഷനിലേക്ക് പോകുന്നത്. ആ വണ്ടിയിൽ ഞങ്ങൾ 3 പേരുണ്ട്. അവിടെ എത്തി സ്റ്റേഷനിൽ കോമ്പൗണ്ടിൽ വണ്ടി നിർത്തിയതിനു ശേഷം ഈ സജീവ് എന്ന് പറയുന്ന ആൾ പുറത്തിറങ്ങി. ഈ SIയും വേറെ 2-3 പോലീസുകാരുണ്ട്. അവർ വണ്ടിയിൽ വന്ന് അവിടെ ഇറങ്ങി. അങ്ങനെ ഒരു ദേഷ്യപ്പെട്ട രീതിയിൽ ചോദിച്ചു, എന്താ വണ്ടി തട്ടാനുള്ള കാരണം, അങ്ങനെയുള്ള ഒരു ദേഷ്യപ്പെട്ട രീതിയിൽ ചോദിച്ചു. അപ്പോൾ ഈ സജീവ് എന്ന് പറയുന്ന ആള് വളരെ മാന്യമായിട്ട് തന്നെ ഇങ്ങനെ വണ്ടി തട്ടിയിട്ടുണ്ട്, അത് സാധാരണ വണ്ടി തട്ടൽ എന്നുള്ള രീതിയിൽ സംസാരിച്ചു മുപ്പോട്. അപ്പോൾ ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ആൾ വീണ്ടും ദേഷ്യപ്പെട്ട് ഈ സജീവ് എന്ന് പറയുന്ന ആളെ മർദ്ദിച്ച് മുഖത്തും അവിടെ എല്ലായിട്ട് മർദ്ദിച്ച്. അപ്പോൾ അതിന് ശേഷം ഇത് കണ്ടപ്പോൾ ഞാനും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി. ഞാൻ അപ്പോൾ ഫോണും ഇതെല്ലാം എടുക്കുന്നത്. അപ്പോൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞാനും ചോദിച്ചു, സാർ അതെന്തെങ്കിലും ഇങ്ങനെ മർദ്ദിക്കേണ്ട ആവശ്യമില്ലാതാണ്. അപ്പം അതിന് ശേഷം എന്നെ മർദ്ദിച്ച് ഞങ്ങൾ രണ്ടാളെയും എന്ത് ചെയ്ത് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് അവർ ആ റൂമിലേക്ക് ഇട്ട്, സെല്ലിലല്ല റൂമിൽ തന്നെ ഇട്ട്. ആ സമയത്ത് മൂപ്പർ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു അസ്വസ്ഥത വരുന്നുണ്ട്, നെഞ്ചുവേദന വരുന്നുണ്ട്. അങ്ങനെ ഒരു 10-45 മിനിറ്റോളം ഏകദേശം അതിന്റെ ഉള്ളിലുണ്ട്. അത് കഴിഞ്ഞ് നമ്മളോട് രണ്ടാളും പോകാൻ പറഞ്ഞു. എൻ്റെ വണ്ടി അവിടെ കസ്റ്റഡിയിൽ അവിടെ വെച്ചു, നിങ്ങൾ പോയിക്കൊന്നു പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഓട്ടോ വിളിക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പർ പോയത്. ഞാൻ ചാവി കൊടുത്ത് തിരിച്ചു വരുമ്പോൾ ആ കോമ്പൗണ്ടിൽ തന്നെ മൂപ്പർ കുഴഞ്ഞു വീണിട്ടുള്ളത്. അശ്വിൻ, ഇയാളുടെ കൂടെ സജീവന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ പ്രതികരണമാണ് സജീവനെയും അതോടൊപ്പം തന്നെ ഇയാളെയും മർദ്ദിച്ചു എന്നാണ് അയാൾ പറയുന്നത്. ആ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ തന്നെയാണ് കുഴഞ്ഞു വീഴുകയും ചെയ്തത്. മറ്റു വിവരങ്ങൾ തുടരാം. കിരൺ, ഇതാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ പരാതി. അതായത് നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ട് എന്ന് സജീവൻ പറഞ്ഞിട്ടും പോലീസുകാർ ശ്രദ്ധിച്ചില്ല. ഈ പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് തന്നെ ഇവർ പോലീസുകാരോട് ഈ സജീവൻ പറയുന്നുണ്ട്, തനിക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ട്, അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ട് പോലും പോലീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല എന്നുള്ള കാര്യമാണ് ബന്ധുക്കളും അതേപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്നവരും പറയുന്നത്. പിന്നീട് സജീവൻ ഈ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ കുഴഞ്ഞു വീഴുന്നു. അവിടെ വെച്ച് ഈ കൂടെ ഉണ്ടായിരുന്നയാളും ഒരു ഓട്ടോ ഡ്രൈവർ കൂടി ചേർന്ന് ആണ് ഈ ഇദ്ദേഹത്തെ ആദ്യം ഓട്ടോയിൽ കയറ്റാൻ ശ്രമിക്കുന്നു. ഓട്ടോയിൽ കയറ്റാൻ കഴിയുന്നില്ല, വലിയ ശരീരമൊക്കെയുള്ള ആളായതുകൊണ്ട്. മാത്രമല്ല അപ്പോഴേക്കും സജീവൻ പൂർണ്ണമായും തളർന്നു കഴിഞ്ഞിരുന്നു. പിന്നീട് അതിനുശേഷം ഒരു ആംബുലൻസ് വിളിച്ച് വടകര സഹകരണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഈ ബന്ധുക്കളൊക്കെ പറയുന്നത് ഈ 45 മിനിറ്റോളം സമയം അവിടെ പോലീസ് സ്റ്റേഷനിൽ ഈ സജീവൻ അസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടും ചെലവഴിച്ചു. അത് ഈ സജീവന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമാക്കി. കൃത്യസമയത്ത് പോലീസ് സജീവൻ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് കൂടെ ബന്ധുക്കൾ പറയുന്നുണ്ട്. അവിടെയാണ് ഈ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ചു എന്നുള്ളത് ഒരു വീഴ്ച. രണ്ടാമത്തെ കാര്യം, ഈ സജീവൻ അസ്വസ്ഥത അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞതിന് ശേഷവും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല എന്നുള്ള കാര്യമാണ്. ഈ 2 കാര്യങ്ങളാണ് ബന്ധുക്കൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. ഇനി സജീവന് മർദ്ദനമേറ്റിരുന്നുവോ തുടങ്ങിയ കാര്യങ്ങൾ, സജീവൻ മർദ്ദനമാണോ മരണത്തിന് കാരണം തുടങ്ങിയ കാരണങ്ങളൊക്കെ വ്യക്തമാവണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മൃതദേഹമുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിലാണ്. ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവും എന്നാണ് മനസ്സിലാക്കുന്നത്. കിരൺ, ശരി, അശ്വിൻ വല്ലത്താണ് വിവരങ്ങൾ നൽകിയത്.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ബെവ്കോയിലും ബാങ്കുകളിലും ഉൾപ്പെടെ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. വ്യാജ നിയമന ഉത്തരവ് നൽകി കബളിപ്പിച്ചെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. ജനതാദൾ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം PK ബാബു തട്ടിപ്പിന് ഇടനില നിന്നുവെന്നാണ് ആരോപണം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വയനാട് വാഴവറ്റ സ്വദേശി KM ഹരികൃഷ്ണനെ ബെവ്കോയുടെ കൽപ്പറ്റ ബിവറേജ് ഔട്ട്ലെറ്റിൽ ഡ്രൈവറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണിത്. ജോലി ലഭിക്കാതായപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് നിയമന ഉത്തരവ് വ്യാജമാണെന്ന് മനസ്സിലായത്. ബെവ്കോയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഹരികൃഷ്ണനിൽ നിന്ന് 5 ലക്ഷം രൂപ 2 തവണയായി ജനതാദൾ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം PK ബാബു വാങ്ങിച്ചെന്നാണ് പരാതി. PK ബാബുവിനെ കൂടാതെ തിരുവനന്തപുരത്തും കോഴിക്കോടുമുള്ള ചില ഭരണകക്ഷി നേതാക്കൾക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് ആരോപണം. സംസ്ഥാന വ്യാപകമായി വിവിധ വകുപ്പുകളിൽ ജോലി വാഗ്ദാനം ചെയ്ത് വൻ തട്ടിപ്പുകൾ നടന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ജോലി വാഗ്ദാനം ചെയ്ത് PK ബാബുവും സംഘവും പണം തട്ടിയെന്ന് കാണിച്ച് ഹരികൃഷ്ണന്റെ പിതാവ് KS മോഹനൻ വയനാട് ജില്ലാ പോലീസ് മേധാവിക്കും മീനങ്ങാടി പോലീസിലും പരാതി നൽകി. ബീവറേജ് കോർപ്പറേഷൻ ഡ്രൈവറായിട്ട് ഒരു ജോലി വാഗ്ദാനം ചെയ്യുകയും 5 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. 1 ലക്ഷം രൂപ അഡ്വാൻസ് ആവശ്യപ്പെട്ടു. അത് 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. 22 ജനുവരി ഒരു പോസ്റ്റിംഗ് ഓർഡർ തരികയും ആ പോസ്റ്റിംഗ് ഓർഡർ കിട്ടുമ്പോൾ ബാക്കി പൈസ കൊടുക്കണമെന്ന് പറയുകയും ചെയ്തു. 4 ലക്ഷം രൂപ ബാക്കി ബാബു കൈപ്പറ്റുകയും ചെയ്തു. പിന്നീട് ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്നറിയാൻ കഴിഞ്ഞു. 5-ാം തീയതി 6-ാം മാസം 5-ാം തീയതി ആയിരുന്നു ജോയിൻ ചെയ്യേണ്ടത്. അത് 4-ാം തീയതി ഇവർ ഇപ്പോൾ പോകണ്ട എന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ അവർ നീട്ടി പറയുന്നു. സർക്കാരിൻ്റെ ചിഹ്നങ്ങളെല്ലാം ഉള്ള ഒരു പേപ്പറാണ് ഞങ്ങൾക്ക് തന്നത്. ഇപ്പോൾ ഇത് വഞ്ചനയായിട്ട് ആണ് നമ്മൾ കരുതുന്നത്. കോഴിക്കോട് താമസക്കാരനായ വയനാട് സ്വദേശിയിൽ നിന്ന് ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് 4 ലക്ഷം രൂപ PK ബാബു വാങ്ങിയെന്നും പരാതിയുണ്ട്. ഇയാളും അടുത്ത ദിവസം പോലീസിൽ പരാതി നൽകും. വ്യാപാരിയുടെ മകൾക്ക് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് 3.5 ലക്ഷമാണ് തട്ടിയത്. ജനതാദൾ എസ് നേതാക്കൾ ഇടപെട്ട് വ്യാപാരിക്ക് പണം തിരികെ നൽകാമെന്ന് ധാരണയുണ്ടാക്കുകയായിരുന്നു. താൻ നേരിട്ട് പണം കൈപ്പറ്റിയിട്ടില്ലെന്നും ഇടനിലക്കാരനായി നിൽക്കുകയേ ചെയ്തുള്ളൂവെന്നും PK ബാബു പറഞ്ഞു. അത് ഒരാൾക്ക് നമ്മൾ ഒരാളുടെ പൈസ വാങ്ങി കൊടുത്താണ്. ഞാൻ വാങ്ങി കൊടുത്തല്ല, അവർ നേരിട്ട് കൊടുത്താണ്. അപ്പൊ അത് തിരിച്ചു കൊടുക്കണ്ടേ, 20-ാം തീയതി കൊടുക്കേണ്ടിയായിരുന്നു. 20-ാം തീയതി കൊടുക്കാൻ പറ്റില്ല. അത് 30-ാം തീയതി പറഞ്ഞു. അവർക്ക് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. നാളെ സെറ്റിൽ ചെയ്യും. ഞാനല്ല, വേറൊരാളാണ് വാങ്ങി. ഞാൻ അതിന്റെ ഇവരെ ബന്ധപ്പെടുത്തി കൊടുത്ത ഒരാളാണ്. നമ്മൾ പരിചയമുള്ള ആൾക്കെന്ന് വെച്ചാൽ എന്നെ എല്ലാ പാർട്ടിക്കാരും അങ്ങോട്ട് കൊടുക്കും. ഈ പാർട്ടിക്കാരും ഒരാൾ ബന്ധപ്പെടുത്തി തന്നോളാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താണ്. ഞാനൊരു നിരപരാധിയിൽ പെട്ടുപോയതാണ്. ആ മറ്റാളായിട്ട് ബന്ധം വന്നത് അതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോടുള്ള ഒരു പാർട്ടിക്കാരെ നമ്മളെ പരിചയപ്പെടുത്തി കൊടുത്താണ് എന്നെ തന്നാണ്. ബെവ്കോയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് സംഘം കൂടുതൽ തട്ടിപ്പ് നടത്തിയതെന്നാണ് വിവരം. ബിവറേജ് ജോലി തട്ടിപ്പിനിരയായവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. ഭരണകക്ഷിയിലെ ഉന്നതരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ലോബിയാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. വരുന്ന സീസണിൽ പുതിയ താളങ്ങളുമായി ആസ്വാദകരെ ത്രസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ശിങ്കാരിമേളത്തിലൂടെ പ്രശസ്തരായ തൃശൂരിലെ ആട്ടം കലാസമിതി. എവിടെ ചെന്നാലും ആസ്വാദകരുടെ കൂട്ടത്തെ സൃഷ്ടിക്കുന്ന ഈ യുവാക്കൾ ഓണക്കാലം ലക്ഷ്യമിട്ടുള്ള പരിശീലനത്തിലാണ്. ആട്ടം കലാസമിതിയെക്കുറിച്ച് അറിയാത്ത ചെറുപ്പക്കാർ കേരളത്തിലുണ്ടാകില്ല. വാട്സപ്പ് സ്റ്റാറ്റസുകളായും റീലുകളായും ഒക്കെ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു കവിയുകയാണ് ആട്ടത്തിന്റെ ആഘോഷ കാഴ്ചകൾ. ഉത്സവപ്പറമ്പുകളിൽ ഒതുങ്ങി നിന്ന ശിങ്കാരിമേളത്തെ സ്റ്റേജുകളിലേക്ക് ഉയർത്തിയ ഒരു സംഘം ചെറുപ്പക്കാരുടെ വിജയത്തിന്റെ പേരുകൂടിയാണ് ആട്ടം കലാസമിതി. 20 വർഷം മുൻപ് തുടങ്ങി ഇന്ന് കേരളത്തിനകത്തും പുറത്തുമായി ആയിരക്കണക്കിന് വേദികൾ പിന്നിട്ട് ആവേശമായി കഴിഞ്ഞു ഇവർ. പലരും വന്നുകൊട്ടി, പലരും പിരിഞ്ഞുപോയി, പുതിയവർ വന്നു. അരങ്ങുകളിലാകെ ആളിപ്പടർന്ന് ഈ സംഘം മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ ഈ ആട്ടം കലാസമിതി തുടങ്ങിയിട്ട് ഒരു 20 വർഷത്തിന് മേലെയുണ്ട്. ഇതിൽ ഒരുപാട് കലാകാരന്മാർ വന്ന് കൊട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പം ഈ നിൽക്കുന്ന ഈ കലാകാരന്മാരെല്ലാവരും അവരുടെ എല്ലാ ആത്മാർത്ഥതയും
ആ കൂട്ടായ്മയും കൂടിയിട്ടാണ് നമ്മൾ ഇത്രയും ഒരുപാട് പ്രോഗ്രാമുകളും അതുപോലെ വിദേശ യാത്രകളും വിദേശ ട്രിപ്പുകളും ഒക്കെ ചെയ്യാൻ തന്നെ സഹായിച്ചത്. ഒരുപാട് നല്ല നല്ല പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. ഇനി നല്ല നല്ല പ്രോഗ്രാമുകൾ ചെയ്യാനായിട്ടുള്ള ഓരോ വെറൈറ്റി പ്രോഗ്രാമുകൾ ചെയ്യാനായിട്ടുള്ള പരിശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും. വ്യത്യസ്തതയാണ് ആട്ടം കലാസമിതിയെ കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ തരംഗമാക്കിയത്. 5 വർഷം മുമ്പ് തുടങ്ങിയ ഫ്യൂഷൻ പരീക്ഷണം ഇന്ന് അതിന്റെ പല രൂപങ്ങൾ മാറി പല സംഘങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു. കൈരളി ബാൻഡ് സെറ്റിനൊപ്പമാണ് ആട്ടം കലാസമിതി ഫ്യൂഷൻ തുടങ്ങിയത്. ചെണ്ടയും ബാൻഡും ചേർന്ന ആ പരീക്ഷണം സൂപ്പർ ഹിറ്റായി. ഇപ്പോൾ ചെമ്മീൻ എന്ന ബാൻഡാണ് ആട്ടത്തിന്റെ കൂട്ട്. ഉത്സവപ്പറമ്പുകളായാലും മറ്റാഘോഷവേദികളായാലും ആട്ടം കലാസമിതി എത്തുന്നു എന്നറിഞ്ഞാൽ ജനം ഒഴുകുന്ന കാലമാണിത്. സ്വന്തമായി ഫാൻ ക്ലബ് ഉണ്ടിവർക്ക്. കേരളം കടന്ന് ഇന്ത്യ കടന്ന് വിദേശ രാജ്യങ്ങളിൽ വരെ പോയി പരിപാടി അവതരിപ്പിച്ചു. റാസൽ ഖൈമയിൽ സംഘത്തിലെ മുഴുവൻ പേരും പോയി തകർത്തു കൊട്ടി. ആട്ടം കലാസമിതിയെ സ്നേഹിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുണ്ട്. അവരുടെ തിരക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഫാൻസ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്, VR പച്ച. അവരോട് ആട്ടം കലാസമിതിക്ക് തീരാത്ത നന്ദിയുണ്ട്. ചിങ്ങം പുലർന്നാൽ പിന്നെ അങ്ങോട്ട് തിരക്കിന്റെ ദിവസങ്ങളാണ്. ഓണനാളുകൾ, പിന്നാലെ വരുന്ന പള്ളിപ്പെരുന്നാളുകൾ. അതൊന്ന് അവസാനിക്കുമ്പോഴേക്കും ക്ഷേത്രങ്ങളിൽ ഉത്സവകാലം തുടങ്ങും. കഴിഞ്ഞ സീസണിൽ കണ്ടതും കേട്ടതും ഒന്നുമാകില്ല വരുന്ന സീസണിൽ ആസ്വാദകർക്ക് നൽകുന്നതെന്ന് പറയുന്നു ഈ ചെറുപ്പക്കാർ. വെറൈറ്റി സംഭവം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഫാൻസ് കട്ട വെയിറ്റിംഗിലാണ്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.